CPM-ന്റെ ജില്ലാ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചേരുന്നുണ്ടായിരുന്നു. അതിലൊക്കെ നേതൃത്വത്തിനെതിരെ, സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. പക്ഷേ അതൊന്നും വലിയ വാർത്തയായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF CPM ഒരു വഴി കൂടെ അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. G. സുധാകരനെ പാർട്ടിക്ക് തിരിച്ചറിയാനായില്ലെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം. 2 വർഷം മുൻപേ സുധാകരൻ പാർട്ടി ആക്രമിച്ചു തുടങ്ങി. സുധാകരന് വേണ്ട സമയത്ത് മറുപടി നൽകിയില്ല. തുറന്നു പറയാൻ പാർട്ടിയുടെ കയ്യിൽ പലതുമുണ്ടായിരുന്നു. എന്നിട്ടും മൗനം പാലിച്ച് അമ്പലപ്പുഴയിൽ തോൽവി ഏറ്റുവാങ്ങിയെന്നും വിമർശനം. വിജയം ഉറപ്പുണ്ടായിരുന്ന കുട്ടനാട് സീറ്റിലും തോൽവി ഏറ്റുവാങ്ങിയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഓരോ ജില്ലാ നേതൃയോഗങ്ങളിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണല്ലോ G. സുധാകരന്റെ കാര്യത്തിൽ വലിയ പാളിച്ച, പിഴവ് നേതൃത്വത്തിന് പറ്റിയെന്ന് പറയുന്നത്. അത് നേരത്തെ തന്നെ വിമതസ്വരം G. സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നപ്പോൾ അത് നേരിടാൻ, അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഈ വലിയ തിരിച്ചടിക്ക്, തോൽവിക്ക് കാരണമായത് എന്നാണോ വിമർശനങ്ങൾ ഉയരുന്നത്? തീർച്ചയായും ദിവ്യ, അത് തന്നെയാണ്. അതായത് ഈ G. സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി വരുന്ന വിമർശനം. അതായത് അദ്ദേഹം സ്വയം ഈ മെമ്പർഷിപ്പ് പുതുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഇതുവരെയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയിട്ടില്ല എന്നതാണ് അതാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. 2 വർഷം മുൻപ് തന്നെ സുധാകരൻ പാർട്ടിയെ ആക്രമിച്ചു തുടങ്ങി എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ യോഗത്തിൽ പ്രധാനമായി വിമർശനം ഉന്നയിച്ചത്. നേതൃത്വം നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് വിമർശനം ഉയർന്നത്. തുറന്നു പറയാൻ പാർട്ടിയുടെ കയ്യിൽ പലതുമുണ്ടായിട്ടും, അതായത് G. സുധാകരനെതിരെ തുറന്നു പറയാൻ പാർട്ടിയുടെ കയ്യിൽ പലതുമുണ്ടായിട്ടും പാർട്ടി മൗനം പാലിച്ചു എന്നാണ് സെക്രട്ടേറിയറ്റ് ഉയർന്ന വിമർശനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയെ അടക്കം പരിഹസിക്കുന്ന രീതിയിൽ, അതായത് മുല്ലപ്പൂ ചൂടി നായർമാരുടെ വീട്ടിലേക്ക് കയറി പോകുന്നു എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പരിഹാസം G. സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ പരിഹാസത്തിലൊന്നും ഒരു നടപടിയും, അല്ലെങ്കിൽ വെറും ഒരു പ്രതിഷേധത്തിൽ ഒതുക്കിയെന്നല്ലാതെ മറ്റുള്ള ഒരു നടപടിയിലേക്കും നീങ്ങിയിട്ടില്ല എന്നതാണ് ഈ ഒരു യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്. ഏതായാലും G. സുധാകരനെ തിരിച്ചറിയാനായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. മാത്രമല്ല, G. സുധാകരനെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം G. സുധാകരനെ അനുനയിപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കണമായിരുന്നു എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു അഭിപ്രായം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കുട്ടനാട് സീറ്റ് നേരത്തെ തന്നെ ഏറ്റെടുക്കണമെന്ന് CPM-ന്റെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നാസറിനെ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി നാസറിനെ മത്സരിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റ് ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ല എന്ന പിണറായി വിജയന്റെ കടുംപിടുത്തത്തിൽ അത് മുങ്ങിപ്പോവുകയും ചെയ്തു. ആ കുട്ടനാട് സീറ്റ് ഏറ്റെടുത്തിരുന്നെങ്കിൽ അവിടെ വിജയം ഉറപ്പായിരുന്നു എന്നാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ തോറ്റ, അതായത് കയ്യിൽ നിന്ന് പോയ പല മണ്ഡലങ്ങളും, അരൂര്, അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള, കുട്ടനാട്, കായംകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇന്നും നാളെയുമായി ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ചേരുന്നുണ്ട്. അതിലും രൂക്ഷമായ വിമർശനം ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. ദിവ്യ, യെസ് എന്തായാലും ഓരോ ജില്ലാ നേതൃയോഗങ്ങളിലും അതിരൂക്ഷമായ വിമർശനങ്ങൾ. അത് സ്ഥാനാർത്ഥി നിർണയത്തിലും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അതിൽ ഇടപെടൽ നടത്തുന്നതിലും വലിയ വീഴ്ച നേതൃത്വത്തിനുണ്ടായി എന്ന വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗവും എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗവും ഒക്കെ ചേരുന്നുണ്ടായിരുന്നു. അതിലും ശക്തമായ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നത് കണ്ടു. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അവിടെ G. സുധാകരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിൽ, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി. അതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായത് എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഫൈസലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.